ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിന്റെ ആദ്യ ഉടമ കസ്റ്റഡിയിലായിരിക്കുകയാണ്. മറ്റൊരാൾക്ക് വിറ്റ വാഹനമാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് ഇയാളുടെ മൊഴി. 2 തവണ കൈമാറിയ കാറാണിത്. ഇതിനിടെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ വെളുത്ത ഹുണ്ടായി i20 കാറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. HR 26C7624 എന്ന നമ്പർ പ്ലേറ്റുള്ള വാഹനം 3 മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നതായാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈകിട്ട് 3:39 എത്തിയ കാർ 6:30 ഇവിടെ നിന്നും പുറപ്പെട്ടത്. ഡൽഹിയിലെ അതിസുരക്ഷാ മേഖലയിൽ ഉൾപ്പെട്ടതാണ് ചെങ്കോട്ട. 100 മീറ്റർ ദൂരത്തിൽ ലാൽ മന്ദിർ ജൈനക്ഷേത്രവും ഗുരുദ്വാരയും 1 കിലോമീറ്റർ അകലെ ജുമാ മസ്ജിദും ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ചാന്ദിനി ചൗക്ക്, മീന ബസാർ, ഭഗീരഥ് പാലസ് ഇലക്ട്രോണിക് മാർക്കറ്റ്, ഓൾഡ് ഡൽഹി മാർക്കറ്റുകൾ എന്നിവ. വിനോദസഞ്ചാരികൾ, കച്ചവടക്കാർ, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ തുടങ്ങി സദാസമയവും ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ബോംബ് സ്ഫോടനമുണ്ടായത്. ഡൽഹിയിൽ ഭീകരാക്രമണ ഭീഷണി ഉണ്ടാകുമ്പോഴെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുന്ന മേഖലയാണിത്. തിരക്കേറിയ മേഖല എന്നതിലുപരി ചെങ്കോട്ടയും ജുമാ മസ്ജിദുമാണ് സ്ഥലത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ചെങ്കോട്ട എക്കാലത്തും ഭീകരവാദികളുടെ ഭീഷണിയിലായിരുന്നു. 2000 ഡിസംബർ 22-നുണ്ടായ ഭീകരാക്രമണത്തിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2016 ഒക്ടോബർ 12-ന് ചെങ്കോട്ടയ്ക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് പോലീസിന് സന്ദേശമെത്തിയിരുന്നു. 2017-ൽ ചെങ്കോട്ടയ്ക്കുള്ളിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തി. 2021 ജനുവരിയിൽ ചെങ്കോട്ടയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ 2 വർഷമായി രാജ്യ തലസ്ഥാനം ബോംബ് ഭീഷണിയുടെ നിഴലിലായിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ഹൈക്കോടതി, റിസർവ് ബാങ്ക്, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ടുള്ള 1000-ലേറെ മെയിലുകളാണ് ഈ കാലയളവിൽ ലഭിച്ചത്. ബോംബ് നിർവീര്യമാക്കുന്ന സംഘങ്ങളെയും ഡോഗ് സ്ക്വാഡിനെയും ഉൾപ്പെടുത്തിയുള്ള പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും സന്ദേശങ്ങളുടെ ഉറവിടം ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് സഹായത്തോടെയാണ് വ്യാജ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. സെൻസർഷിപ്പ് മറികടന്ന് അജ്ഞാതവും സുരക്ഷിതവുമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് VPN. ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാനും VPN വഴി കഴിയും. ഇതുപയോഗിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങൾ, IP വിലാസം തുടങ്ങിയവയെല്ലാം മറച്ചുവെക്കാം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമാകെ ജാഗ്രതയിലാണ്.